ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസെപ്റ്റ്സ് ഓഫ് ബീങ് ബോൺ അഗെയിൻ ആൻഡ് അഡോപ്ഷൻ. വീണ്ടും ജനനവും ദത്തെടുപ്പിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഈ വിഷയം യോഹന്നാൻ്റെ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചൊരു നല്ലൊരു അറിവ് നമുക്കുണ്ടെങ്കിൽ യോഹന്നാൻ്റെ ലേഖനം നമുക്ക് പഠിക്കുവാൻ എളുപ്പമാകും. കാരണം യോഹന്നാൻ അപ്പോസ്തലൻ അനേകയിടത്ത് ദൈവത്താൽ ജനിച്ചവർ എന്നൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാകും. അപ്പോൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബോൺ അഗെയിൻ പേഴ്സൺ അല്ലെങ്കിൽ ബോൺ അഗെയിൻ കോൺസെപ്റ്റിൻ്റെ സവിശേഷതകളെ കുറിച്ച് നമുക്ക് ഇന്ന് പഠിക്കാം. ബോൺ ഓഫ് ദ വാട്ടർ ആൻഡ് ബോൺ ഓഫ് ദ സ്പിരിറ്റ് എന്ന ടേംസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇസ്രായേലിൻ്റെ വീണ്ടും ജനനം എപ്പോൾ നടക്കും? അതുപോലെ തന്നെ പോളീൻ കോൺസെപ്റ്റ്, പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ ബോൺ അഗെയിൻ എന്ന വാക്ക് കാണുന്നില്ല, എന്നാൽ ബോൺ ആഫ്റ്റർ ദ സ്പിരിറ്റ് എന്നും പ്രീഡെസ്റ്റിനേഷൻ അൺ ടു അഡോപ്ഷൻ ഒക്കെ ടേംസ് നമുക്ക് കാണാൻ കഴിയും. അതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ സവിശേഷത, ദ ബോൺ അഗെയിൻ എന്നുള്ള വേർഡിൻ്റെ കോൺസെപ്റ്റിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ, മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ പുതിയ നിയമത്തിൽ ഈ ദ വേർഡ് ബോൺ അഗെയിൻ എന്നുള്ള വേർഡ് 3 ഇടത്താണ് കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം, യോഹന്നാൻ 3:7 1 പത്രോസ് 1:23 നമ്മൾ കാണുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങൾ, റോമർക്കെഴുതിയ ലേഖനം മുതൽ ഫിലെമോൻ വരെ ലേഖനങ്ങളിൽ നമ്മൾ ബോൺ അഗെയിൻ എന്നുള്ള ആ ടേം നമ്മൾ അങ്ങനെ കാണുന്നില്ല. എന്നാൽ ഗലാത്യർക്കെഴുതിയ ലേഖനം 4:28 ആത്മപ്രകാരം ജനിച്ചു എന്നുള്ള പദവും, എഫേസ്യർക്കെഴുതിയ ലേഖനം 1:5 ദത്ത് എടുക്കലിനായി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള പദവും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ പോളീൻ കോൺസെപ്റ്റ് ബോൺ അഗെയിൻ എന്നുള്ള കോൺസെപ്റ്റ് അല്ല, മറിച്ച് ദത്തെടുപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. രണ്ടാമത്തെ സവിശേഷത, യേശു ക്രിസ്തു നിക്കോദീമോസിനോട് സംസാരിച്ചപ്പോൾ, അത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ സംസാരിക്കുമ്പോൾ, വീണ്ടും ജനനത്തെക്കുറിച്ച് നിക്കോദീമോസിനോട് പറഞ്ഞപ്പോൾ കർത്താവ് പ്രതീക്ഷിച്ചു നിക്കോദീമോസിന് ഈ വിഷയത്തെക്കുറിച്ചൊരു ഗ്രാഹ്യം ഉണ്ട് എന്ന്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു നിക്കോദീമോസിനോട് ചോദിക്കുക, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവ് ആയിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ എന്ന്. So Jesus expected Nicodemus to have some understanding about it. മൂന്നാമത്തെ കോൺസെപ്റ്റ്, the person being born again will have a new body. വീണ്ടും ജനിക്കപ്പെടുന്ന വ്യക്തിക്ക് പുതിയ ഒരു ശരീരം ലഭിക്കുന്നതാണ്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3-7 വരെ ഉള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദീമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിനു യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. അപ്പോൾ നമുക്ക് അറിയാം, ജഡവും രക്തവും ദൈവരാജ്യം, സ്വർഗരാജ്യം കൈവശമാക്കിയില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ദ്രവത്വം അദ്രവത്വത്തെ
കൈവശമാക്കിയില്ല എന്നൊക്കെ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുന്നു. അപ്പൊ ആത്മീക ശരീരമാണ് ദൈവരാജ്യം കൈവശമാക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. നാലാമത്തെ സവിശേഷത, it is linked to the entry to the kingdom of God, both on earth and in heavenly places. സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ ബോൺ അഗെയിൻ ആൻഡ് അഡോപ്ഷൻ എന്നുള്ള കോൺസെപ്റ്റ്. ദൈവരാജ്യം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ദൈവരാജ്യം ഒരു ബ്രോഡർ ടേമാണ്, ഒരു വിശാലമായൊരു പദമാണ്. അതിൻ്റെ അർത്ഥം വിശാലമാണ്. അത് രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്ന്, ഈ ഭൂമിയിൽ സ്വർഗത്തിൽ ഉള്ളതുപോലെ ഈ ഭൂമിയിൽ വരണം എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആ സ്വർഗരാജ്യം, ഈ ഭൂമിയിൽ ഉള്ളൊരു സ്വർഗരാജ്യം. അവിടെയാണ് 12 അപ്പോസ്തലന്മാർ 12 സിംഹാസനത്തിന്മേലിരുന്ന് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ ന്യായപാലനം ചെയ്യുന്ന ആ കാര്യമൊക്കെ നമുക്കറിയാം. എന്നാൽ സ്വർഗമണ്ഡലങ്ങളിലും ഒരു ദൈവരാജ്യമുണ്ട്. അത് നമുക്കറിയാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ സ്വർഗമണ്ഡലം വലിയൊരു യുദ്ധം നടക്കുന്നു. മീഖായേലും ദൂതന്മാരും സാത്താനും അവൻ്റെ സൈന്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്ത് പിന്നെ സാത്താൻ വെട്ടേറ്റ് താഴെ വീഴുകയും അവരുടെ സ്ഥാനം സ്വർഗീയ സ്ഥലങ്ങളിൽ പിന്നെ കാണാതാകുകയാണ്. അവിടെയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് അവരുടെ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നതും സ്വർഗസ്ഥലങ്ങളിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നതും. അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്കുണ്ട്, സ്വർഗീയ നിവാസികൾ സന്തോഷിക്കുക, ഉല്ലസിക്കുക, ദൈവത്തിൻ്റെ രാജ്യം സ്വർഗമണ്ഡലങ്ങൾ വന്നിരിക്കുന്നുവല്ലോ എന്നുള്ളൊരാശയത്തിൽ. അപ്പോൾ തന്നെ ഭൂമിയിലുള്ളവർക്ക് അയ്യോ കഷ്ടം, കാരണം സാത്താൻ നിങ്ങളുടെ മധ്യേ വലിയ ഉഗ്രകോപത്തോടുകൂടി വന്നു, അവന് സമയം അല്പമേ ഉള്ളൂ എന്ന് അവൻ അറിയുന്നതാകയാൽ. അപ്പോൾ അങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ രണ്ടിടത്തും എൻട്രി ടു ദ കിങ്ഡം, അതിന് എന്ത് വേണം? ഈ ബോൺ അഗെയിൻ്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അഡോപ്ഷൻ്റെ കോൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് മുൻപോട്ട് പോകാം. അഞ്ചാമത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ ദ ബോൺ അഗെയിൻ പേഴ്സൺ ക്യാൻ നെവർ കമ്മിറ്റ് സിൻ. വീണ്ടും ജനിച്ച ഒരാൾക്ക് ഒരിക്കൽ പോലും പാപം ചെയ്യാൻ കഴിയുകയില്ല. കാരണം വ്യക്തിക്കൊരു ഒന്ന് ശുദ്ധീകരണം നടന്നിരിക്കുകയാണ്, പിന്നെ പുതിയ ശരീരം ലഭിക്കുന്നു. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് 1 യോഹന്നാൻ 5:18 1 യോഹന്നാൻ 3:9 വാക്യവും നമ്മൾ ഒന്ന് വായിച്ച് കേൾക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. 1 യോഹന്നാൻ 3:9 വാകാം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. വളരെ സ്പഷ്ടമായിട്ടാണ് മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ KJV-യിൽ 1 യോഹന്നാൻ 5:18 we know that whosoever is born of God sinneth not. Right? In KJV-യിൽ 1 യോഹന്നാൻ 3:9 whosoever is born of God doth not commit sin, for his seed remaineth in him and he cannot sin because he is born of God. അതേസമയം ഇംഗ്ലീഷ് ബൈബിളിലെ മറ്റ് ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ അതിനെ വളരെ ഡൈല്യൂട്ട് ആക്കിയിരിക്കുകയാണ്. അവിടെ പറയുന്ന ഹി ഡസ് നോട്ട് മേക്ക് എ പ്രാക്ടീസ് ഓഫ് സിന്നിങ്, അതായത് പാപം ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആക്കി മാറ്റത്തില്ല. വല്ലപ്പോഴും 1-2 പാപം ചെയ്യും, അത് വീണ്ടും തുടരത്തില്ലെന്നാണ്. അങ്ങനത്തെ കോൺസെപ്റ്റാണ് NIV പോലും എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് തെറ്റായ ഒരു കോൺസെപ്റ്റാണ്. KJV ആണ് വളരെ കറക്റ്റായിരിക്കുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ, 5 സവിശേഷത ബോൺ അഗെയിൻ, വീണ്ടും ജനനം എന്നുള്ള ടേമിനോട് സംബന്ധിച്ച് ഉള്ളത് ഒന്ന് പൗലോസിന്റെ ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നില്ല. നിക്കോദേമോസ് ഇതിനെക്കുറിച്ച് ഗ്രാഹ്യം ഉണ്ട് എന്ന് യേശുക്രിസ്തു അസ്യൂം ചെയ്തു. അതിൻ്റെ അർത്ഥം ഇത് പ്രവചന പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു ഈ ബോൺ അഗെയിൻ എന്നുള്ള കോൺസെപ്റ്റ്. മൂന്നാമത്തെ കാര്യം, ദ പേഴ്സൺ ബീയിങ് ബോൺ അഗെയിൻ വിൽ ഹാവ് എ ന്യൂ ബോഡി.
ആൻഡ് ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടു ദ എൻട്രി ടു ദ കിങ്ഡം. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. വീണ്ടും ജനിച്ച ഒരു വ്യക്തി പാപം ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് തന്നെ ഒന്ന് നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മൾ വളരെ പലപ്പോഴും കേട്ടിട്ടില്ലേ, ക്രിസ്തീയ മണ്ഡലങ്ങളിൽ നമ്മളോട് ചോദ്യം ഇരിക്കെ, വീണ്ടും ജനിച്ചതാണോ? വീണ്ടും ആർ യു എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ? ചിലർ പറയും യെസ് ഐ എം എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ എന്നൊക്കെ. സോ ആർ യു ബോൺ അഗെയിൻ? നമുക്കതിനെക്കുറിച്ച് നമുക്ക് മുന്നോട്ട് പഠിക്കാം. ദ കോമൺ അണ്ടർസ്റ്റാൻഡിങ്, ബോൺ അഗെയിനെ കുറിച്ച് ഉള്ള കോമൺ അണ്ടർസ്റ്റാൻഡിങ് 3 അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. ഒന്ന്, ചില സഭാ വിഭാഗങ്ങൾ ധരിച്ചിരിക്കുന്നത് വെള്ളത്താൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസ ജലസ്നാനം, എന്നിട്ട് ആത്മാവിനാൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, പ്രത്യേകിച്ച് അന്യഭാഷ അടയാളങ്ങളോടുകൂടി പ്രാപിക്കുക എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. അതിനെയാണ് ആത്മാവിനാൽ ജനിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അത് ബിബ്ലിക്കലി കറക്റ്റായ ഒരു കോൺസെപ്റ്റ് അല്ല അങ്ങനത്തെ തിങ്കിങ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ 1 കൊരിന്ത്യർക്ക് ലേഖനം 1:17 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുക, കർത്താവ് എന്നെ അയച്ചത് സ്നാനം കഴിപ്പാൻ അല്ല, മറിച്ച് സുവിശേഷം പ്രസംഗിക്കാനാ എന്ന്. അഥവാ ജലസ്നാനം അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നെങ്കിൽ പൗലോസ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയത്തില്ല, അല്ലേ? അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ മുൻപോട്ട് പോകുമ്പോൾ എഫേസ്യർക്ക് ലേഖനത്തിൽ പറയുന്ന നമുക്ക് ഒരു സ്നാനമേ ഉള്ളൂ, ഒരു ശരീരം, ഒരു വിശ്വാസം, ഒരു പ്രത്യാശ, ഒരു ദൈവം, ഒരു ക്രിസ്തു. ആ സ്നാനം ഏതാണെന്ന് 1 കൊരിന്ത്യർക്ക് ലേഖനം 12:13 പറയുവാണ്, പരിശുദ്ധാത്മാവ് വിശ്വാസിയെ ക്രിസ്തുവിലേക്ക് ആക്കുന്നു. The baptism of the Holy Spirit. Holy Spirit places the believer at the time of putting his trust in Christ into the body of Christ. അത് തന്നെയല്ല, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജലസ്നാനത്തിൻ്റെ സമയത്ത് യോഹന്നാൻ സ്നാപകനോട് പറയുകയുണ്ടായി, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കട്ടെ. അപ്പോൾ അതൊരു നീതി പ്രവൃത്തിയായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ജലസ്നാനത്തെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങൾ, പ്രത്യേകിച്ച് തീത്തോസിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന നാം രക്ഷിക്കപ്പെട്ടത് നാം ചെയ്ത നീതി പ്രവർത്തികളാൽ അല്ല എന്ന്, ഇല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ബിബ്ലിക്കൽ അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ കോൺസെപ്റ്റ് ജലത്താലുള്ള ജന്മം, ബോൺ ഓഫ് ദ വാട്ടർ എന്നുള്ള കോൺസെപ്റ്റ് ഹ്യൂമൻ ബർത്തിനെ കാണിക്കുന്നതാണ്. ഒരു ശിശു ജനിക്കുമ്പോൾ വെള്ളം, ഉദരത്തിൽ വെള്ളത്തിൽ നിന്നാണ് ഉളവാകുന്നത്. വാട്ടർ ബ്രേക്ക് ആയിട്ടാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്. എന്നിട്ട് റാപ്ചറിലാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്നത്. അതാണ് സ്പിരിച്വൽ ബോൺ അഗെയിൻ, ബോൺ ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ദ റിസറക്ഷൻ ഓഫ് ദ റൈച്ചസ് ഓർ ദ റാപ്ചർ. അത് ഒരു ശരിയായ ഒരു കോൺസെപ്റ്റാണ്. കാരണം യേശുക്രിസ്തു നിക്കോദേമോസിനോട് പറഞ്ഞപ്പോൾ ഓൺ ദ സ്പോട്ട് നിക്കോദേമോസ് ചോദിച്ചത് എന്താണ്? ഒരു വ്യക്തി പ്രായമായതിനു ശേഷം എങ്ങനെ അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കാൻ കഴിയുമോ? അപ്പോൾ മൈൻഡിൽ വന്ന ആദ്യത്തെ ആ അണ്ടർസ്റ്റാൻഡിങ് തന്നെയായിരുന്നു ബോൺ ഓഫ് ദ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ശിശു ജനിക്കുന്നതിൻ്റെ വിഷയം. ഇസ്രായേലിനെ സംബന്ധിച്ച് കോൺസെപ്റ്റ് ദ ബോൺ ഓഫ് ദ വാട്ടർ എന്ന് പറഞ്ഞാൽ, നമ്മൾ പുറപ്പാട് 4:22 ഇസ്രായേലിന്റെ ആദ്യജാതൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പറയുക, ചെങ്കടലിൽ കൂടി കടന്ന് മീതെ മേഘവും, മേഘത്തിൽ കൂടിയും ചെങ്കടലിൽ കൂടിയും അവർ സ്നാനത്താൽ മോശയോട് ചേർന്നു എന്ന് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിന്റെ രക്ഷ നമ്മൾ മനസ്സിലാക്കണം ഒരു ദേശിക ലെവലിൽ, അതായത് നാഷണൽ, ആസ് എ നേഷൻ, ഒരു രാഷ്ട്രമായിട്ടാണ് അവർ രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസിൽ, അതായത് ഇന്നത്തെ കൃപായുഗത്തിൽ ഓരോ വ്യക്തിയും ഇൻഡിവിജ്വലി റെസ്പോൺസിബിൾ ആണ്. ദൈവവചനം പഠിച്ച്, ദൈവവചനം കേട്ട്, സത്യം മനസ്സിലാക്കി രക്ഷിക്കപ്പെടുക എന്നുള്ള കാര്യം
ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയാണ്, ഇൻഡിവിജ്വൽ സാൽവേഷനുമാണ്. അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ച് അതൊരു നാഷണൽ സാൽവേഷനാണ്. അതുകൊണ്ട് അങ്ങനെ ഓൾ ഓഫ് ഇസ്രായേൽ ഷാൽ ബി സേവ്ഡ് എന്ന് ഉള്ള പദം തിരുവചനത്തിൽ നാം കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ ജലത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, വാട്ടർ ബോൺ ഓഫ് ദ വാട്ടർ, ഇസ്രായേൽ എപ്പോഴായിരുന്നു? മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നു, ചെങ്കടലിൽ കൂടി പുറത്തു വന്ന ആ ഒരു സംഭവം. രണ്ടാമത്തേത് ബോൺ ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒലിവ് മലയിൽ വരുമ്പോൾ ഇവർ മരിച്ചവർ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവനോടിരിക്കുന്ന യഹൂദന്മാർ, 1/3 യഹൂദന്മാർ, അവർ തീയിൽ കൂടി എന്ന പോലെ ശോധന ചെയ്ത് പ്യൂരിഫൈഡ് ആയിട്ടാണ് പുറത്ത് കർത്താവ് അവരെ കൊണ്ടുവരുന്നത്. നമുക്ക് ആ വാക്യങ്ങളെക്കുറിച്ച് നമുക്ക് മുൻപോട്ട് പഠിക്കാം. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ 3 കോൺസെപ്റ്റ്, ബോൺ ഓഫ് ദ വാട്ടർ, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് 3 കാര്യങ്ങൾ ഇവിടെ നമ്മൾ പഠിച്ചത്. നമുക്ക് മുൻപോട്ട് പോകാം. ഇസ്രായേലിന്റെ ജനന രക്ഷ, അതിൻ്റെ ഒരു നിഴലായിട്ടാണ് മോശ നാം കാണുന്നത്. മോശ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടത് എന്ന്, പുൾഡ് ഔട്ട് ഓഫ് വാട്ടർ എന്നാണ്. മോശ കർത്താവ് വിളിച്ചു വേർതിരിച്ച് ന്യായപ്രമാണങ്ങൾ കൊടുത്തു. എന്നാൽ മോശ തൻ്റെ കോപത്തിൽ ആ കൽപ്പലകൾക്ക് എറിഞ്ഞ് ഉടച്ചു, ദൈവം വീണ്ടും കൊടുത്തു. അത് തന്നെയല്ല, മോശ തൻ്റെ ആ ഒരു യഹൂദരോടുള്ള ആ ഒരു സ്നേഹത്തിൽ ഒരു മിസ്രൈമിനെ കൊന്നതായിട്ട് നമുക്ക് അറിയാം. അത് തന്നെയല്ല, കർത്താവ് പറഞ്ഞു കൽപ്പിക്കുക, പാറയോട് കൽപ്പിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ മോശ വടിവെച്ച് അടിക്കുകയുണ്ടായി ആ പാറ. അപ്പോൾ മോശയെ സംബന്ധിച്ച് മോശ തൻ്റെ ജഡശരീരത്തിൽ വാഗ്ദത്ത ദേശത്തിൽ പ്രവേശിച്ചില്ല. ദൈവം നെബോ പർവ്വതത്തിന്റെ ഉയർന്നൊരു ഇടത്ത് കൊണ്ടുപോയിട്ട് ദൈവം കാണിച്ചു കൊടുത്തു, ഇല്ലേ, ആ വാഗ്ദത്ത സ്ഥലങ്ങളെല്ലാം. റൈറ്റ്? എന്നാൽ മോശ വാസ്തവത്തിൽ വാഗ്ദത്ത ദേശത്തിൽ കടക്കുന്നുണ്ട്. എപ്പോഴാണെന്നറിയാം? മറുരൂപമലയിൽ യേശുക്രിസ്തുവിനോടൊപ്പം ഏലിയാവിനോടൊപ്പം മോശയും അവിടെ തൻ്റെ ജഡശരീരത്തിലല്ല, ആത്മീക ശരീരത്തിൽ ആ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുന്നുണ്ട്. ഇതൊരു നിഴലാണ്. ഇസ്രായേല് വാഗ്ദത്ത ദേശത്തിൽ അവരുടെ ന്യൂ ബോഡിയിലാണ് ആത്മാവിനാൽ ജനിച്ചതിന് ശേഷമാണ് കടക്കുന്നത് എന്നതിൻ്റെ ഒരു നിഴലായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ കഴിയും. 1 പത്രോസ് 1:3 തൊട്ട് 5 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വലഞ്ഞ് തിരിഞ്ഞ് യോശുവയുടെ നേതൃത്വത്തിൽ, മോശയുടെ നേതൃത്വത്തിൽ ഇവര് വാഗ്ദത്ത ദേശത്തിന് അരികിൽ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളാൽ അവിടെ കടന്നു ചെന്ന് പിടിച്ചെടുക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ ആ ഒരു അവിശ്വാസം നിമിത്തം അവരുടെ ആ വാഗ്ദത്ത ദേശത്തിലേക്കുള്ള പ്രവേശനം, ആ തലമുറ വെറും കാലേബും യോശുവയും മാത്രമേ പ്രവേശിച്ചുള്ളൂ. ബാക്കി എല്ലാവരും ആ തലമുറയിലെ മരിച്ചു പോവുകയുണ്ടായി. അത് ആ ഒരു കാലതാമസം അവർക്ക് വരികയുണ്ടായി. എന്നാൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുക ഇസ്രായേൽ മക്കൾ, വീണ്ടും മഹോപദ്രവ കാലത്ത് വീണ്ടും നിലനിൽക്കുന്ന ഒരു പ്രത്യാശയിലേക്ക് ദൈവം അവരെ വീണ്ടും ജനിപ്പിച്ചിരിക്കുക. അതുപോലൊരു ഓപ്പർച്യൂണിറ്റിയിൽ അവർ വീണ്ടും വന്നിരിക്കുകയാണ്. അതാണ് ആ ക്ലൈമാക്സ്, ആ പിക്ചർ. ഹെബ്രായർക്കെഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ഉപദേശങ്ങൾ, അവിടെ പറഞ്ഞിരിക്കുന്ന ആദേശങ്ങളെല്ലാം ഇവർക്ക് വേണ്ടിയുള്ളതാണ്. വീണ്ടും ജനിപ്പിച്ചിരിക്കുക. അവർ ഒരു വലിയൊരു പ്രത്യാശ മുൻപില്ല. അപ്പൊ ആ വീണ്ടും ജനനം നടന്നിട്ടില്ല, ആ ഹോപ്പ് വീണ്ടും ആ ഒരു പ്രത്യാശയിലേക്ക് എത്തിച്ചിരിക്കുക. നമുക്ക് സക്രിയ പ്രവചനം 13-ാം അധ്യായം
8ഉം 9ഉം നമുക്ക് വാക്യം വായിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആരൊക്കാണ് ഈ ദൈവത്തിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് കടക്കുന്നത് എന്ന് നമുക്കൊന്ന് വായിക്കാം. സക്കറിയ 13, 8 തൊട്ട് 9 വരെയുള്ള വാക്യം. എന്നാൽ സർവ്വദേശത്തിലും 2/3 ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും. 1/3 ശേഷിച്ചിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. 1/3 ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ അവരെ ഊതിക്കഴിക്കും. പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അവർ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരം അരുളുകയും ചെയ്യും. അവർ എൻ്റെ ജനം എന്ന് ഞാൻ പറയും, യഹോവ എൻ്റെ ദൈവം എന്ന് അവരും പറയും. പ്രൈസ് ദി ലോർഡ്. ഹോശേയ പ്രവചനത്തിനോട് ബന്ധമുള്ള ഒരു കാര്യമാണ് ലോ ആമി, അവർ ഇനിയും ഒരിക്കലും എൻ്റെ ജനമല്ല, ഇനിയും അവരെൻ്റെ ജനമാണ്. കരുണ ലഭിച്ചിട്ടില്ലായിരുന്നു, ഇപ്പോഴവർക്ക് കരുണ ലഭിച്ചു എന്നുള്ള ഒരു കോൺസെപ്റ്റ് സക്കറിയ പ്രവചനം 8, 9 വരെ വാക്യത്തിൽ നമുക്ക് കണ്ടു. ആരൊക്കെയാണ് സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് കടക്കുന്നത്? ഒന്നാമത്തേത്, കർത്താവിൻ്റെ 2ാം വരവെങ്കിൽ പഴയ നിയമത്തിലെ എല്ലാ വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ തന്നെ പീഡനകാലത്തിൽ ഉള്ള രക്തസാക്ഷികളുടെ ആത്മാവുമായിട്ടാണ് കർത്താവ് വരുന്നത്. അവരും ഉയർത്തെഴുന്നേൽക്കും, അവരുടെ ശരീരവും ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ രണ്ടാമത്തത്, പീഡനത്തിൻ്റെ അവസാനം വരെ വിശ്വാസത്തിൽ പിടിച്ചു നിന്ന്, ശോധനയിൽ പിടിച്ചു നിന്ന യഹൂദന്മാർ, അവരെക്കുറിച്ചാണ് നമ്മൾ സക്കറിയ പുസ്തകം 13, 8, 9 വായിച്ചത്. അവർക്കൊരു പുതിയ ശരീരം, സ്പിരിച്വൽ ശരീരം ലഭിക്കുന്നു ഇല്ല എങ്കിലും അവരവരുടെ ജഡശരീരത്തിലാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നെങ്കിലും നമ്മൾ സക്കറിയ പ്രവചനത്തിൽ വായിച്ചതുപോലെ അവർ പൂർണ്ണമായി അവരെ ദൈവം ശുദ്ധീകരിച്ച് അവരുടെ ഇടയിൽ നിന്ന് എല്ലാ മ്ലേച്ഛതകളെയും നീക്കിക്കളഞ്ഞ് അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ ജഡശരീരത്തിൽ തന്നെ പെർഫെക്റ്റ് ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് 1000 ആണ്ട് വാഴ്ചയിൽ ഇസ്രായേൽ യഹൂദരുടെ പോപ്പുലേഷൻ ഇവരിൽ നിന്നാണ് വർദ്ധിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ആത്മീക ശരീരമാണ്. അവർക്ക് പോപ്പുലേഷൻ ഗ്രോത്ത് ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല. അപ്പോൾ ഒന്നാമത് പഴയ നിയമത്തിലെ വിശുദ്ധന്മാരും പീഡനകാലത്തിലെ രക്തസാക്ഷികൾ. 2, ആ 1/3 യഹൂദന്മാർ. മൂന്നാമത്തെ കാറ്റഗറി ജാതികളാണ്. നമുക്ക് അതിനെക്കുറിച്ച് മത്തായി സുവിശേഷം 25:32 വാക്യങ്ങൾ നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ജാതികളാണ്. ഇസ്രായേൽ മക്കൾ ചിതറിപ്പോകുമ്പോൾ അവരെ സംരക്ഷിച്ച, അവരോട് ദയ കാണിച്ച് ജാതികളോട് കർത്താവ് കരുണ കാണിക്കുന്നുണ്ട്. ദ ജഡ്ജ്മെന്റ് ഓഫ് ഗോട്ട് നേഷൻസ് ആൻഡ് ഷീപ്പ് നേഷൻസ്, അതായത് ചെമ്മരിയാടും ആട്ടും കൂട്ടം ആകുന്ന ഈ 2 നേഷൻസ്, ഈ 2 കൂട്ടരും ജാതികളാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. മത്തായി സുവിശേഷം 25:32 തൊട്ട് 34 വരെയുള്ള വാക്യം. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളിച്ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ലോകസ്ഥാപനം, ഇവിടെ ലോകം എന്ന് പറയുന്നത് അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്ത ആ ഒരു ലാൻഡ്, ആ ഒരു ഭൂമിയെ കുറിച്ച് അവിടെ നിന്നാണ് കിങ്ഡം പ്രോഗ്രാം വ്യക്തമായി വെളിപ്പെടുന്നത്, അല്ലേ? ഇതാദ്യം മുതലേ കിങ്ഡം പ്രോഗ്രാം പ്രവാചകന്മാരാൽ ഘോഷിക്കപ്പെട്ടതാണെങ്കിലും അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്ന സമയം മുതലാണ് അത് അതിനൊരു ഡയമെൻഷൻ കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ അബ്രഹാമിനോട് അന്ന് തന്നെ വാഗ്ദത്തം ദൈവം ചെയ്തായിരുന്നു. എന്തുവാ? അബ്രഹാമിന്റെ സന്തതികൾ കൂടി ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നത്. ആ കാര്യം അവിടാണ് പൂർത്തീകരിക്കുന്നത്. അപ്പോൾ നോക്കണേ, യഹൂദന്മാരോട് ദയ കാണിക്കാത്തവരോട് കർത്താവ് എന്താണ് പറഞ്ഞത്? 41 തൊട്ട് 43 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല,
അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലും ആയിരുന്നു, നിങ്ങൾ എന്നെ കാണ്മാൻ വന്നില്ല എന്ന് അരുളിച്ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? ഏ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നരകാഗ്നി ദൈവം മനുഷ്യർക്ക് വേണ്ടിയല്ല ഉണ്ടാക്കിയത്. വാസ്തവത്തിൽ സാത്താനും അവന്റെ സൈന്യത്തിനും വേണ്ടിയാണ്. പക്ഷേ ഈ കൂട്ടർ അവിശ്വാസത്താലും അത് തന്നെയല്ല, ഈ കൂട്ടർ ഇസ്രായേൽ മക്കളോട് ചെയ്ത ക്രൂരത കാരണമാണ് കർത്താവ് അവരെ നിത്യാഗ്നിയിലേക്ക് അയച്ചുവിടുന്നത്. അതേസമയം ചെമ്മരിയാട്ടിൻ കൂട്ടം അവരെന്ത് ചെയ്തു? അവർക്ക് കരുണ കാണിച്ചു, ദയ കാണിച്ചു. അതുകൊണ്ട് അവരും ഇസ്രായേൽ മക്കളോടൊപ്പം 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുക. ഈ വ്യക്തികൾ കൂടിയാണ് അന്യജാതികളുടെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നത് 1000 ആണ്ട് വാഴ്ചയിൽ. 1000 ആണ്ട് വാഴ്ചയിൽ ഒരു മനുഷ്യരുടെ ആയുസ് മരത്തോടാണ്, വൃക്ഷങ്ങളോടാണ് ഉപമിച്ചിരിക്കുന്നത്, അല്ലേ? അത്ര ഒരു ബ്ലെസ്സഡ് ടൈം ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഇസ്രായേലിൻ്റെ രക്ഷ ആസ് എ നേഷനാണ്. അത് നടക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവെങ്കിലാണ് ഈ സ്പിരിച്വൽ റീബർത്ത്, ആത്മാവിനാൽ ഉള്ള ജനനം നടക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ചില വാക്യങ്ങൾ നമുക്ക് വേഗം വായിക്കാം. യെശയ്യാവ് 26:16 തൊട്ട് 21 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാകും. യഹോവേ, കഷ്ടതയിൽ അവർ നിന്നെ നോക്കുകയും നിന്റെ ശിക്ഷ അവർക്ക് തട്ടിയപ്പോൾ ജപം കഴിക്കുകയും ചെയ്തു. യഹോവേ, പ്രസവം അടുത്തിരിക്കുന്ന ഗർഭിണി നോവ് കെട്ടി തന്റെ വേദനയിൽ നിലവിളിക്കുന്നത് പോലെ ഞങ്ങൾ നിന്റെ മുമ്പാകെ ആയിരുന്നു. ഞങ്ങൾ ഗർഭം ധരിച്ചു നോവ് കെട്ടി പ്രസവിച്ചാറെ, കാറ്റിനെ പ്രസവിച്ചതുപോലെ ഇരുന്നു. ദേശത്ത് ഒരു രക്ഷയും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല, ഭൂവാസികൾ പിറന്നു വീണതുമില്ല. നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പിൻ. നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞുപോലെ ഇരിക്കുന്നു. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. എന്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക. ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്ക. യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിപ്പാൻ തന്റെ സ്ഥലത്ത് നിന്ന് ഇതാ വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും. തന്നിലുള്ള ഹതന്മാരെ ഇനി മൂടിവെക്കുകയുമില്ല. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ആണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? ഇംഗ്ലീഷ് ബൈബിൾ KJV-യിൽ അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യെശയ്യാ തൻ്റെ ശരീരവും തൻ്റെ മൃതദേഹവും വിശുദ്ധന്മാരോടൊപ്പം ഉയർത്തെഴുന്നേൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭൂമി എന്ത് ചെയ്യും? തന്നിലുള്ള ഹതന്മാരെ മൂടി വെക്കുകയില്ല. അപ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ 66:8 തൊട്ട് 9 വരെയുള്ള വാക്യം വായിക്കാം. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. ഞാൻ പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. പ്രസവിക്കുമാറാക്കിയിട്ട് ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് നിന്റെ ദൈവം അരുളിച്ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ അതിൻ്റെ ആ പ്രോമിസ്? കണ്ടോ? ഒരു ദിവസം ഒരു രാഷ്ട്രം ഉണ്ടാകുമോ എന്നാണ് ആ ചോദ്യം. അത് ഉണ്ടാകും, ഇല്ലേ? ആ വചനം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ യെഹെസ്കേൽ 37:9 തൊട്ട് 14 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ചു ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളിച്ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും.
അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായ ഞാൻ അരുളിച്ചെയ്ത് നിവർത്തിച്ചും ഇരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നോക്കണേ, ഇവിടെ പല വട്ടം പറഞ്ഞിരിക്കുന്ന കാര്യം എന്തുവാണ്? കാറ്റ് അടുപ്പിക്കും, ഇല്ലേ? നമുക്ക് അറിയാം, ഈ ഈ, ഉം, ഈ ഇതേ കാര്യമാണ് യോഹന്നാൻ 3:7 7ഉം 8ഉം നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ആത്മാവാൽ ജനിക്കുന്നത്, ദ ബോൺ ഓഫ് ദ സ്പിരിറ്റ് എങ്ങനെയാണ് എന്നിവിടെ വളരെ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുക. ഈ അസ്ഥികൾ, ഉണങ്ങിയ അസ്ഥികൾ ഒക്കെ എഴുന്നേറ്റു, ഓരോ അസ്ഥിയും കൂടി വന്നു. എന്നിട്ട് എന്താണ് നമ്മൾ കാണുന്നത്? അതിൽ മാംസം വരുന്നു, അതിൽ മസിൽസ് വരുന്നു, അതിൽ സ്കിൻ വരുന്നു. എന്നാൽ എന്താണ് ഇല്ലാത്തത്? ശ്വാസമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? കാറ്റിനോട് പ്രവചിക്കുകയാണ് വന്ന് അടിക്കാനെന്ന്. അപ്പൊ കാറ്റ് വന്ന് അടിക്കുമ്പോൾ ഇത് വലിയൊരു സൈന്യമായി, ഇവർക്ക് ജീവൻ വരുന്നു, അവർ വലിയൊരു സൈന്യമായി ഇവർ മാറുകയാണ്, അല്ലേ? അപ്പോൾ മനസ്സിലാകുന്നുണ്ടോ? യോഹന്നാൻ 3:7 കാറ്റ് അടിക്കുന്നത് എവിടുന്ന് എന്ന് നമ്മൾ അറിയുന്നില്ല, പക്ഷെ നമ്മൾ അത് കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുക, ആത്മാവിനാൽ ജനിച്ച എല്ലാം അതുപോലെ ആകുന്നു. ദ സ്പിരിച്വൽ ബോൺ ഓഫ് ദ സ്പിരിറ്റ് ഇതാണെന്ന് ആണ് കർത്താവ് പറയുന്നത്. മനസ്സിലാകും. അതുകൊണ്ടാണ് കർത്താവ് പ്രതീക്ഷിച്ച് നിക്കോദേമോസ് ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യം ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ ഈ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, 12ാമത്തെ വാക്യം. നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ഈ പഴയ നിയമ വിശുദ്ധന്മാരൊക്കെയും സ്വർഗത്തിൽ ഉണ്ട്, സ്വർഗത്തിലാണ് അവർ, നമ്മളോടൊപ്പം സ്വർഗത്തിലായിരിക്കുന്നത്. അല്ല, അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കർത്താവ് അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നേരെ അവരുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ഇസ്രായേൽ ദേശത്തോട്ടാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇത് പ്രോഫസി പ്രോഗ്രാമാണ്. ഇതാരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്? ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ രക്ഷയ്ക്കുള്ള കാര്യമാണത്. അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് നമ്മൾ ശരിയായിട്ട് ദൈവവചനത്തെ വിഭാജിച്ച് പഠിക്കണം. അപ്പോൾ ബോൺ ഓഫ് ദ വാട്ടർ കൺസേണിങ് ഇസ്രായേൽ ആൻഡ് ബോൺ ഓഫ് ദ സ്പിരിറ്റ് കൺസേണിങ് ഇസ്രായേൽ എന്താണ് നമ്മൾ മനസ്സിലാക്കി. ഇനിയും പോളിംഗ് കോൺസെപ്റ്റ് ഓഫ് ബോൺ ആഫ്റ്റർ ദ സ്പിരിറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 4:28 നമുക്ക് ഒന്ന് വായിക്കാം. 28 തൊട്ട് 31 വാക്യം. നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്ന് കാണുന്നു. തിരുവെഴുത്തോ എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശി ആകയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ആത്മപ്രകാരം ജനിച്ചവൻ എന്ന് ഉള്ളൊരു പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ബോൺ ആഫ്റ്റർ ദ സ്പിരിറ്റ്. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുക, അന്ന് ജഡപ്രകാരം ജനിച്ചവൻ എങ്ങനെ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചോ അതുപോലെ ഇന്നും ഉണ്ട് എന്ന്. ഇവിടെ ഇതേ ഭാഗം നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പൗലോസ് അപ്പോസ്തലൻ ഹാഗാറിനെ ഉപമിച്ചത് സീനായി പർവ്വതവുമായിട്ടാണ്, ന്യായപ്രമാണവുമായിട്ടാണ്, ഇല്ലേ? പൗലോസ് അപ്പോസ്തലൻ്റെ കാലഘട്ടത്തിൽ പൗലോസ് അപ്പോസ്തലൻ എവിടെല്ലാം ഈ കൃപയുടെ സുവിശേഷവും ജാതികളുടെ അരികിലേക്ക് കർത്താവ് അയച്ചപ്പോൾ, അവിടെ പോയി ശുശ്രൂഷിച്ചപ്പോൾ ആരാണ് പൗലോസ് അപ്പോസ്തലന് ഏറ്റവും അധികം പ്രതികൂലം നൽകിയതെന്നറിയാമോ? യെരുശലേമിൽ നിന്ന് ഉള്ള സഹോദരന്മാർ. പത്രോസ് അപ്പോസ്തലൻ ജാതികളുടെ വീട്ടിൽ ചെന്നു എന്ന് അറിഞ്ഞ് പത്രോസ് മടങ്ങി വന്നപ്പോൾ കൂടെ ഉള്ള സഹോദരന്മാർ പത്രോസിനെ പിടിച്ചെന്ത് ചെയ്യുക?
വളരെ ചോദ്യം ചെയ്യുക, നീ എന്തിന് ജാതികളുടെ കൂടെ പോയി? മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഇന്നുമുണ്ട്, അതുപോലെ അന്നുമുണ്ട്, പൗലോസ് അപ്പോസ്തലന്റെ കാലത്തിലും ഉണ്ടായിരുന്നു. ഇന്നും കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് എന്ത് നേരിടുന്നു? ഒരു എതിർപ്പ് നേരിടുന്നുണ്ട്, അല്ലേ? നമുക്ക് തീത്തോസിന്റെ ലേഖനം 3:3-5 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തന്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഒരു റീബർത്ത്. നമ്മുടെ ആത്മാവിൽ നാം മരിച്ചവരായിരുന്നു. എന്നാൽ എഫേസ്യർക്ക് 2:5 പറയുന്ന കർത്താവിൻ്റെ വചനം നാം കേട്ടപ്പോൾ നമ്മുടെ മനുഷ്യൻ എന്ത് പറ്റി? ജീവൻ പ്രാപിക്കുകയുണ്ട്. ഹി ഹാത്ത് ക്വിക്കൻഡ് us together with Christ. By grace ye are saved. എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 11-12 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് വാസ്തവത്തിൽ ജെന്റൈൽസ് ആയ നമ്മൾക്ക് വാസ്തവത്തിൽ ഒരു അഡോപ്ഷനാണ് വേണ്ടുന്നത്. ദത്തെടുപ്പിൻ്റെ ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതിൻ്റെ കാരണം എന്തുവാ? ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ഇസ്രായേലിനെ കുറിച്ച് കർത്താവ് പറയുന്നത് എൻ്റെ ആദ്യ ജാതൻ ആണെന്നാണ്. അതേസമയം അന്യജാതികളായ നമുക്ക് ഈ പറഞ്ഞ വാക്യത്തിൽ നമ്മൾ വായിച്ച് കേട്ടതുപോലെ നമ്മൾ ദൈവവുമായി ഒരു ബന്ധവുമില്ലായിരുന്നു, അല്ലേ? ശത്രുക്കളായിരുന്നു. ഈ ഭൂമിയിൽ പ്രത്യാശയില്ലാതെ, ക്രിസ്തുവില്ലാതെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നവരായിരുന്നു. ഇസ്രായേലിൻ്റെ വാഗ്ദത്തങ്ങളോടോ ഇസ്രായേലിൻ്റെ കോമൺവെൽത്തിനോടോ ഒരു സംബന്ധവുമില്ലായിരുന്നു. ഒരിക്കലും ഒരു വ്യക്തി, ഒരു ഫാമിലി അവരുടെ സ്വന്തം മക്കളെ ദത്തെടുക്കുമോ? ഇല്ല. ഇപ്പൊ ദത്തെടുപ്പ് ആർക്കാണുള്ളത്? അന്യരും പരദേശികളുമായിരുന്നു. അപ്പൊ ജെന്റൈൽസിന് എന്താണ് ദത്തെടുപ്പിന്റെ കോൺസെപ്റ്റ്? നമുക്കത് നോക്കാം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12:13 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്കൊന്ന് മലയാളത്തിൽ നിന്ന് വായിച്ചു കേൾക്കാം. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് the baptized into one body. For by one spirit are we all baptized into one body, whether we be Jews or Gentiles, whether we be bond or free, and have all been made to drink into one spirit. ഇതാണ് the baptism by the Holy Spirit എന്ന് പറയുന്നത്. നാം നമ്മുടെ രക്ഷയുടെ കൃപയുടെ സുവിശേഷം, യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ആര് ഏത് സമയത്ത് വിശ്വസിക്കുന്നു, ആ സമയം പരിശുദ്ധാത്മാവായ ദൈവം ആ വ്യക്തിയെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് സ്നാനം കഴിപ്പിക്കുക. ആ ഒരൊറ്റ സ്നാനമേ ഉള്ളൂ ഈ കൃപായുഗത്തിൽ. ഓക്കെ, നമുക്ക് എഫേസ്യർക്ക് ലേഖനം 1:5 വാക്യം 6 വാക്യം ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് ദത്തെടുപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്
അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതൊരു സൗജന്യമായി നാം വിശ്വസിച്ചപ്പോൾ ദൈവം സൗജന്യമായി ചെയ്തൊരു കാര്യമാണ്. എന്താണ് ചെയ്തത്? ദത്തെടുപ്പിന് വേണ്ടി നമ്മളെ എന്ത് ചെയ്തു? മുൻ നിയമിച്ചിരിക്കുന്നു. ഹാവിങ് predestinated us unto the adoption of children by Jesus Christ to himself according to the good pleasure of his will. അപ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റ് കൃപായുഗത്തിൽ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് സത്യവചനം മനസ്സിലാക്കി സത്യസുവിശേഷം മനസ്സിലാക്കി രക്ഷിക്കപ്പെടുന്ന എല്ലാവരെയും ദൈവം മുൻ നിയമിച്ചിരിക്കുക. എന്തിന്? ദത്തെടുപ്പിന്റെ ദിവസത്തിന് വേണ്ടി. അപ്പോൾ ഈ ദത്തെടുപ്പ് ദിവസത്തെ കുറിച്ച് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യം പറയുന്നുണ്ട്. ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പുത്രത്വത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഈ ദത്തെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു. ഈ ദത്തെടുപ്പ് എന്നാണ് നടക്കുന്നത്? അതെന്തുവാണെന്ന് ഈ വാക്യത്തിൽ പറയുക. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. ഇല്ലേ? ഇംഗ്ലീഷ് ബൈബിളിൽ അത് വളരെ ക്ലിയറാ. റോമൻസ് 8:23 പറയുക, വെയിറ്റിംഗ് ഫോർ ദ അഡോപ്ഷൻ ടു വിറ്റ് ദ റിഡംഷൻ ഓഫ് അവർ ബോഡി. ടു വിറ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ടു സേ എന്നാണ്. അഡോപ്ഷൻ ടു വിച്ച് ഈസ് ടു സേ ദ റിഡംഷൻ ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്ന ദിവസമാണ് പുത്രത്വത്തിന്റെ അല്ലെങ്കിൽ ആ ദത്തെടുപ്പിന്റെ ദിവസം. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഏതാണ് ആ ദിവസം. 1 കൊരിന്ത്യർ 15:50-52 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. പൗലോസ് പറയുകയാണ്. നോക്കണേ, ഇതേ സ്റ്റൈലിലാണ് കർത്താവായ യേശു ക്രിസ്തു നിക്കോദിമോസിനോട് സംസാരിച്ചത്. അതേ കാര്യം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ട് പറയുക, ഇതൊരു മർമ്മമാണ്. ഇതിനു മുമ്പ് ആർക്കും വെളിപ്പെട്ടിട്ടില്ല. എന്താണ് ആ മർമ്മം? 52-ാമത്തെ വാക്യം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മുടെ പ്രത്യാശ, ഇല്ലേ? റാപ്ചർ. കർത്താവായ യേശു ക്രിസ്തു കാഹളധ്വനിയോടുകൂടി മേഘത്തിൽ വരുമ്പോൾ 1 തെസ്സലോനിയർക്കെഴുതിയ ലേഖനം 4:16-17 നമുക്കൊക്കെ സുപരിചിതമാണ്. ആ ദിവസമാണ് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നത്. ആ ദിവസമാണ് പുത്രത്വമായി ദൈവത്തിന്റെ പുത്രന്മാർ, അതായത് അതേ ബോഡി അതേ ശരീരം ലഭിക്കുകയാണ്, അല്ലേ? അതുപോലത്തെ ഒരു ശരീരം നമുക്ക് ലഭിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ adoption means the redemption of our body means rapture. അതായത് ആ ദിവസത്തേക്ക് ഓരോ വിശ്വാസിയും, ഇന്ന് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആവുന്ന സഭയുടെ ഓരോ അംഗവും റാപ്ചറിൽ പങ്കാളിയാകുവാൻ വേണ്ടി കർത്താവ് പ്രീഡെസ്റ്റിൻ ചെയ്തിരിക്കുക. പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മുടെ ഹൃദയത്തിൽ അച്ചാരമായി നൽകിയിരിക്കുക. എന്തിനാ? വീണ്ടെടുപ്പ്, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നാൾ വരെയും പരിശുദ്ധാത്മാവിന്റെ മുദ്രയും നമുക്ക് ലഭിച്ചിരിക്കുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ രക്ഷാഭദ്രതയെക്കുറിച്ച് മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവവചനത്തിൽ നിന്ന് നാം വായിക്കുന്നതാണ്. ഇത് ആരുടെയും ജെയിൻ ഡാർബിയുടെയോ C.I. സ്കോൾഫീൽഡിന്റെയോ അഭിപ്രായമല്ല. ഇത് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. എത്ര സന്തോഷത്തിന്റെ കാര്യമാണ്. അപ്പോൾ നമുക്ക് ബോഡി ഓഫ് ക്രൈസ്റ്റിന് ബോൺ ഓഫ് ദ സ്പിരിറ്റ് എന്നാണ് നടക്കുന്നത്? നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ. സിൻലെസ്നെസ്. നമുക്ക് പുതു ശരീരം ലഭിക്കുമ്പോൾ നമ്മൾ ഒരു നാളും പാപം ചെയ്യുകയില്ല. പാപം അറിയാത്തവനെ പോലെ. ക്രിസ്തു എങ്ങനെയുള്ളവനായിരുന്നു? പാപം അറിയാത്തവൻ. നാം ദൈവനീതിയാകേണ്ടതിനു വേണ്ടി നമുക്ക് വേണ്ടി പാപമാക്കി
ഇല്ലേ, കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലൊരു ശരീരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ന്യൂ ബോഡി, പാപം ഒരിക്കലും ചെയ്യുകയില്ല. മൂന്നാമത്തെ കാര്യം, നാം സ്വർഗരാജ്യത്തിൽ കൈവശമാക്കും. പൈശാചികങ്ങൾ ഇന്ന് കൈവശമാക്കിയിരിക്കുന്ന ആ സ്ഥാനങ്ങൾ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, അത് ഒഴിഞ്ഞു പോകുമ്പോൾ നാം അവരുടെ സ്ഥാനം ഏറ്റെടുത്ത് സ്വർഗീയ മണ്ഡലത്തിന്റെ ശുദ്ധീകരണം അവിടെ നടക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ബോൺ അഗെയിൻ ആൻഡ് അഡോപ്ഷൻ, ഈ രണ്ട് കോൺസെപ്റ്റിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ആർ യു ബോൺ അഗെയിൻ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നാം എന്ത് മറുപടി കൊടുക്കും? കാരണം റാപ്ചറിന് വേണ്ടി, അതെ, ഇപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ദൈവം നൽകിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് തന്നിരിക്കുകയാണ്. എന്നെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയാണ്. ആ ബോൺ അഗെയിൻ, ആ ഡേ ഓഫ് അഡോപ്ഷന് വേണ്ടി എന്നെ ദൈവം മുൻ നിയമിച്ചിരിക്കുകയാണ്. ഐ വിൽ ബി ബോൺ അഗെയിൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മൾ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.